ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 10 ശനിയാഴ്ച. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ കസ്റ്റംസ് ഇന്നലെ ചോദ്യം ചെയ്തത് 11 മണിക്കൂർ. UAE കോൺസുലേറ്റ് വഴി എത്തിയ ഈന്തപ്പഴത്തിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് കസ്റ്റംസ് ചോദിച്ചറിഞ്ഞതെന്ന് റിപ്പോർട്ട്. ഭീമ കൊറേഗാവ് കലാപക്കേസിൽ മലയാളി ഫാദർ സ്റ്റാൻ സ്വാമിയെ NIA അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ, അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഭീമ കൊറേഗാവ് പ്രക്ഷോഭത്തിന് പിന്നിൽ പങ്കുണ്ടെന്ന ആരോപണങ്ങൾ നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമിയുടെ അറസ്റ്റ്. സംസ്ഥാനത്ത് ഇന്നലെ 9250 പേർക്ക് COVID-19, 68,321 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 8048 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 8215 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 757 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 111 ആരോഗ്യ പ്രവർത്തകർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം: കോഴിക്കോട് 1205, മലപ്പുറം 1174, തിരുവനന്തപുരം 1012, എറണാകുളം 911, ആലപ്പുഴ 793, തൃശൂർ 755, കൊല്ലം 714, പാലക്കാട് 672, കണ്ണൂർ 556, കോട്ടയം 522, കാസർഗോഡ് 366, പത്തനംതിട്ട 290, ഇടുക്കി 153, വയനാട് 127. ഇന്നലെ 11 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 38 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 694 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ടു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നും ചൊവ്വാഴ്ച വരെ കേരളത്തിൽ ഇടിയോടുകൂടിയ മഴ തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചു. UDF നിന്നും പുറത്തായതോടെ ജോസ് കെ മാണി NDAയിൽ ചേരാനുള്ള നീക്കം നടത്തുന്നുവെന്ന് PJ ജോസഫ്. 2 ചിഹ്നം ലഭിക്കാൻ സഹായിച്ചത് BJP ആണെന്നും ജോസഫ് പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ നിലപാട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്നും ജോസ് കെ മാണി. പത്തനംതിട്ട ജില്ലയിലെ പോപ്പുലർ ഫിനാൻസിന്റെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും അറ്റാച്ച് ചെയ്യാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. തൃശൂർ ചിറ്റിലങ്ങാട് CPM ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിലായി. ചിറ്റിലങ്ങാട് സ്വദേശികളായ ശ്രീരാഗ്, സതീഷ്, അഭയ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി. ഇടതുപക്ഷ സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വലതുപക്ഷം ആസൂത്രിതമായി ശ്രമിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിനെ വികസന അജണ്ടയിൽ നിന്ന് പിന്നോട്ട് നയിക്കാനാണ് ഇവരുടെ ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തെ കൊലക്കളമാക്കാനാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. കൊലക്കത്തി രാഷ്ട്രീയം പ്രതിപക്ഷം അവസാനിപ്പിക്കണമെന്നും കോടിയേരി. കേരളത്തെ കൊലക്കളമല്ല കള്ളക്കളമാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് BJP വക്താവ് B. ഗോപാലകൃഷ്ണൻ. CPM പ്രവർത്തകനായ സനൂപിനെ വധിച്ചത് BJPക്കാരാണെന്ന ആരോപണം പിൻവലിക്കണമെന്നും ഗോപാലകൃഷ്ണൻ. പുതിയ രാഷ്ട്രീയ നിലപാടെടുത്തതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലടക്കം ക്രൂരമായി വേട്ടയാടപ്പെടുകയാണെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. അതിന്റെ തുടർച്ചയായിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെന്ന് സംശയിക്കേണ്ടി വരുന്നുവെന്നും അബ്ദുള്ളക്കുട്ടി. പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭം നടത്തുന്ന കർഷകർക്കെതിരായ ട്വീറ്റിന്റെ പേരിൽ നടി കങ്കണ റണാവത്തിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് കലാപമുണ്ടാക്കിയവർ തന്നെയാണ് കാർഷിക ബില്ലുകളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും രാജ്യത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നതെന്നായിരുന്നു കങ്കണയുടെ ട്വീറ്റ്.
മഹാരാഷ്ട്ര സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വ്യാജ അക്കൗണ്ടുകളുണ്ടാക്കി സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കേന്ദ്ര അന്വേഷണം വേണമെന്ന് ശിവസേന MP പ്രിയങ്ക ചതുർവേദി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും IT മന്ത്രി രവിശങ്കർ പ്രസാദിനും പ്രിയങ്ക കത്തയച്ചു. BJPയുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിന്റെ പേരിൽ അസമിൽ MLAയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. രാജ്ദീപ് ഗോവാലയാണ് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ത്യൻ വ്യോമസേന സ്കൈ ഡൈവ് ലാൻഡിംഗിൽ പുതിയ റെക്കോർഡ് കുറിച്ചു. വ്യോമസേനയുടെ 88ാം വാർഷികത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച ലേയിലെ ഖാർദുംഗ്ല പാസിൽ 17,982 അടി ഉയരത്തിൽ സ്കൈ ഡൈവ് ലാൻഡ് ചെയ്താണ് റെക്കോർഡ് കുറിച്ചത്. കോവിഡ് പരിശോധനാ ഫലം 1 മിനിറ്റിനുള്ളിൽ അറിയാൻ സാധിക്കുന്ന പുതിയ കോവിഡ് പരിശോധനാ കിറ്റ് വികസിപ്പിക്കാൻ ഇന്ത്യയും ഇസ്രായേലും. പരിശോധനാ കിറ്റ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തയ്യാറാകുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്വിസ് ബാങ്കിൽ അക്കൗണ്ടുള്ള ഇന്ത്യക്കാരുടെ 2ാം ഘട്ട പട്ടിക സ്വിറ്റ്സർലാൻഡ് കേന്ദ്ര സർക്കാരിനെ കൈമാറി. ഓട്ടോമാറ്റിക് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കരാറിന്റെ ഭാഗമായാണ് വിവരങ്ങൾ ലഭിച്ചത്. വിദേശത്തുള്ള കള്ളപ്പണം നിയന്ത്രിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ ഇത് നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിമാനയാത്രയ്ക്കിടെ കോവിഡ് ബാധിച്ചത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണെന്ന അവകാശവാദവുമായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ രംഗത്ത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്സ്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേകാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം 1 ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ചു. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളും നിരീക്ഷണ സംവിധാനങ്ങളും തിരിച്ചറിഞ്ഞ് അതിവേഗത്തിൽ തകർക്കാൻ കഴിയുന്ന രാജ്യത്തെ ആദ്യ ന്യൂ ജനറേഷൻ ആന്റി റേഡിയേഷൻ മിസൈലാണിത്. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം വേൾഡ് ഫുഡ് പ്രോഗ്രാമിനെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയാണിത്. 80-ലധികം രാജ്യങ്ങളിലായി 9 കോടിയിലധികം ആളുകളുടെ പട്ടിണി മാറ്റാനുള്ള ശ്രമങ്ങളാണ് സംഘടന നടത്തുന്നത്. റോം ആസ്ഥാനമാക്കിയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. കൊറോണ വൈറസിന്റെ ഉറവിടം ചൈനയാണെന്ന വാദത്തെ പ്രതിരോധിച്ച് ബെയ്ജിംഗ്. കഴിഞ്ഞ വർഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടുവെന്നും എന്നാൽ അക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുകയും നടപടികൾ കൈക്കൊണ്ടതും ചൈനയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഹുവ ചുനിങ് പറഞ്ഞു. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 929 പേർ മരിച്ചു. 73,220 പേർ കൂടി രോഗികളായി. ഇതുവരെ 1,07,450 പേർ മരിച്ചു. 69,77,008 പേരാണ് രോഗബാധിതരായത്. 8.82 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 59.85 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 302 പേർ മരിക്കുകയും 12,134 പേർ രോഗികളാകുകയും ചെയ്തു. 2.36 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. കർണാടകത്തിൽ 10,913 പേരും തമിഴ്നാട്ടിൽ 5,185 പേരും ആന്ധ്രയിൽ 5,145 പേരും പുതുതായി രോഗികളായി. ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ 5,677 പേർ കൂടി മരിച്ചു. 3,49,817 പേർ കൂടി രോഗികളായി. ഇതുവരെ 10,72,087 പേർ മരിക്കുകയും 3.70 കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു. അമേരിക്കയിൽ ഇന്നലെ 877 പേരും ബ്രസീലിൽ 658 പേരും മരിച്ചു. IPLൽ രാജസ്ഥാൻ റോയൽസിന് തുടർച്ചയായ 4ാം തോൽവി. ഇന്നലെ രാജസ്ഥാൻ റോയൽസിനെ 46 റൺസിന് തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ് ഉജ്ജ്വല വിജയം സ്വന്തമാക്കി. ഡൽഹി ഉയർത്തിയ 185 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 138 റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു. മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും IPLൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകനുമായ MS ധോണിയുടെ 5 വയസ്സുകാരിയായ മകൾ സിവയെ ആക്രമിക്കുമെന്ന് ഭീഷണി. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരം തോറ്റതിന് പിന്നാലെയാണ് സിവയെ ആക്രമിക്കുന്നതടക്കമുള്ള ഭീഷണികൾ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണപ്പെട്ടത്. മുൻ കേരള രഞ്ജി ട്രോഫി താരം M സുരേഷ് കുമാർ അന്തരിച്ചു. മികച്ച ഓഫ് സ്പിന്നർ എന്ന് പേരെടുത്ത സുരേഷ് കുമാർ 1990-ൽ രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ അണ്ടർ-19 ടീമിൽ അംഗമായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.